ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മടിവാളയിലാണ്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ സിസ്റ്ററിലൊക്കെ ബാംഗ്ലൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ നമ്മൾ പെട്ടെന്ന് ഹറിബറിയായിട്ട് ബാംഗ്ലൂർ വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ട്രാവൽ ആയതുകൊണ്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ AC സ്ലീപ്പർ ബസ് എടുത്താണ് വന്നത്. അപ്പോൾ നൈറ്റ് നമ്മൾ ആലുവയിൽ നിന്ന് കയറിയിട്ട് ഏകദേശം 10 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അതിനുശേഷം മോർണിംഗ് നമ്മൾ മടിവാളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ണിക്കണ്ണന്മാരുടെ ഫ്രണ്ടായിട്ടുള്ള അപ്പു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേ ഒന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മടിവാള എന്ന് പറയുന്ന സ്ഥലം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് 2-3 തവണ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ബാംഗ്ലൂരിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മടിവാള എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, എന്തോ ഒരു ഫീല് ഈ ഒരു സ്ഥലത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് മലയാളം സംസാരിക്കുന്നവരും മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ തന്നെ കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് ജയനഗറിലുള്ള രാഗി ഗുദ എന്ന് പറയുന്ന ഒരു ഹനുമാൻ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാംഗ്ലൂർ സിറ്റിയുടെ നടുവിലായിട്ട് ഇതുപോലെ മലയുടെ മുകളിലൊരു ഹനുമാൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂജാ സമയമൊക്കെ രാവിലെ 8 മണിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് 6 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിലെ പൂജയൊക്കെ തുടങ്ങി 8 മണിയൊക്കെ ആകുമ്പോൾ അമ്പലം അടയ്ക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. 8 മണിയൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് 12 മണിയൊക്കെ വരെ ഇവിടെ വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കബൻ പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാർക്കിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഇതുപോലത്തെ കുറേ വിഗ്രഹങ്ങളും അതുപോലെ സ്നേക്കൊക്കെ ഉണ്ടെന്നുള്ളൊരു ബോർഡൊക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടിയൊക്കെ തോന്നും എന്താണ് ഇവിടെ എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു പാർക്കിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറേ റീൽസുകളിലൊക്കെ കണ്ട് ഞാൻ ഇതൊരു കപ്പിൾസ് പാർക്കാണ്, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും എന്ന് വിചാരിച്ച് പോവാതിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഏകദേശം 300 ഏക്കറിലെ ബാംഗ്ലൂർ സിറ്റിയുടെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ ഇഷ്ടംപോലെ മരങ്ങളും പുൽത്തകിടികളും പച്ചപ്പും ഒക്കെ ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഈ ഒരു തിരക്കുകൾക്കും അതുപോലെ തന്നെ ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൈൻഡ് റിലാക്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കപ്പിൾസിന് മാത്രമല്ല, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നൈസ് പാർക്കാണ്. 300 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ നടന്ന് ശരിക്കും ആവശ്യതയാകും. കാരണം അത്രയധികം ഈ ഒരു പാർക്ക് നമുക്ക് കാണാനുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ്, ഫുൾ പച്ചപ്പും പുൽത്തകിടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറേ പേര് കിടക്കുന്നുണ്ട്, കുറേ പേര് ബുക്സ് വായിക്കുന്നുണ്ട്, ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. രാവിലെ തൊട്ട് നമുക്ക് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോയില്ലെങ്കിലും കബൻ പാർക്ക് നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത്. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കബൻ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ലൈബ്രറി, അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിജയ് മല്യയുടെ ഫ്ലാറ്റൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ സൈക്ലിങ്ങും പിന്നെ എന്താ പറയുക കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ പടുകൂറ്റൻ മരങ്ങളാട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള മരങ്ങളാണ്. ഇതിൻ്റെ തടിയൊക്കെ ഭയങ്കര വലിയ മരങ്ങളാണ്. പിന്നെ ഇതിൽ കൂടെ നല്ലൊരു ലൈറ്റൊക്കെ വരുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണ്. ഇവിടുത്തെ ആ ഒരു അത്രയും ഭംഗിയുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ വീഡിയോയിൽ ഇതിൻ്റെ ഒരു 10% മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മളത് ഈ ഒരു പാർക്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ച് പോകാൻ തോന്നുന്നുണ്ടില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ലൈബ്രറി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് കളറിൽ വരുന്നതാണ് ഇവിടുത്തെ ലൈബ്രറിയും. പിന്നെ ഇതുപോലെ പിള്ളേർ ഇവിടെ ഇഷ്ടംപോലെ ഈ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതാ ഇവിടെ നിന്ന് നോക്കിയാൽ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു കുഞ്ഞു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് അപ്പുറത്തേക്ക് ഇവിടുത്തെ ഹൈക്കോർട്ട്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മോളിൽ വന്നിട്ട് അങ്ങനെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഫുൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ KR മാർക്കറ്റിലും കൂടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെളുപ്പിനെയാണ് പോയത്. അപ്പോൾ രാവിലെ 6 മണിക്ക് പോയിട്ട് 8 മണി വരെ നമ്മൾ KR മാർക്കറ്റിലായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ KR മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് ജയനഗറിലെ ഈ ഒരു ബ്ലോസം കേട്ടോ, ചെറി ബ്ലോസം പോലത്തെ ഒരു ഫ്ലവേഴ്സാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വീണ്ടും മലയാളി ഹോട്ടലിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ഫുൾ ഡേ ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.